ഇനി നമ്മൾ ആദ്യം സൂചിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവസാനം അന്ത്യം കുറിക്കുന്നത് അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ബോൺ നത്താലെ തുടക്കമാവുകയാണ്. തൃശ്ശൂർ നഗരം കീഴടക്കാൻ 15,000-ലധികം ക്രിസ്മസ് പാപ്പാമാരെത്തും. 4:30 ഫ്ലാഗ് ഓഫ് ചെയ്യുക. 4:11 സമയം. MS ലിഷോയ് ചേരുകയാണ്. ലിഷോയ്, 4:30 ബോൺ നത്താലെ അത് ഔദ്യോഗികമായി ആരംഭിക്കുമെങ്കിൽ പോലും ഇപ്പോൾ തന്നെ കളർഫുൾ ആയിട്ടുണ്ട് കാര്യങ്ങൾ. നമുക്ക് അവിടെ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ ആവേശമൊക്കെ നേരത്തെ തന്നെ ലിഷോയ് പകർന്നു നൽകുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇത്തവണ? ജോറല്ലേ? തീർച്ചയായും എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും അടിപൊളിയാണ് ബോൺ നത്താലെ. അതിനുവേണ്ടി എല്ലാവരും ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പലതരത്തിലുള്ള ക്രിസ്മസ് പാപ്പമാർ ഇങ്ങോട്ടേക്ക് എത്തി. അതായത് വൈകുന്നേരം 4:30-ക്കാണ് ഫ്ലാഗ് ഓഫ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ പോലും ഏകദേശം ഒരു 2 മണി മുതൽ തന്നെ ഇവിടെയൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇവരുടെയൊക്കെ ആവേശം കണ്ടില്ലേ? ഇതൊക്കെ ഓരോരുത്തർ പ്ലക്കാർഡുകൾ എന്ന് പറയുന്നത് അവർ വരുന്ന ഇടവകയിലാണ്. എന്തായി, ഡാൻസ് ഒക്കെ പഠിച്ചോ? അത് ഈ നമ്മുടെ ഓളി കേട്ടപ്പോ തന്നെ മനസ്സിലായി. എല്ലാവരും ഇവര് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അതെ, ഇത്തവണ പലതരത്തിലുള്ള പാപ്പന്മാരുണ്ട്. അതിൽ ഏറ്റവും കുട്ടി പാപ്പന്മാർ മുതൽ മുതിർന്നവർ വരെ ഉണ്ട്. എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ? പേരകത്ത് കുറെ പേരുണ്ടോ? ഒരു 45 പിള്ളേരുണ്ട്. എല്ലാവരും നല്ല വൈബിൽ തന്നെയാണ്. എന്താണ് അടിപൊളി? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞ അപ്പൊ ഇനി ന്യൂ ഇയർ ആണെന്ന്. അപ്പൊ ഇവിടെ എല്ലാവരും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും ഈ ഒരു ബോൺ നത്താലെയുടെ ഭാഗമായിട്ടുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ ക്രിസ്മസ് പാപ്പമാരെ പല വിധത്തിലാക്കി ഒരുക്കി കൊണ്ടുവരുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രിസ്മസ് പാപ്പ മുകളിൽ കയറി വെക്കുന്നുണ്ട്. കൈവീശിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ വളരെ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് നോക്കാം. ചേട്ടാ കൊള്ളാലോ. ഹലോ, തന്നെ ഉണ്ടാക്കിയാണോ? ഞാൻ ഉണ്ടാക്കിയതാണ്. ആണല്ലേ? അപ്പൊ ഈ കൈയൊക്കെ എങ്ങനെ വീശി കാണിക്കുക? കൈ വീശി കയറിയിരിക്കുന്ന ക്രിസ്മസ് പാപ്പ, അതാണ് മറ്റൊരു പ്രത്യേകത. ചേട്ടന്റെ പേരെന്താ? റോഹിത്. എവിടെന്നാ വരുന്നത്? എല്ലാ കൊല്ലം വരാറുണ്ടാ? ഇല്ലല്ലേ, കഴിഞ്ഞ വേറെ മോഡൽ ഉണ്ടാക്കിയേ. അത് നല്ലതായിരുന്നേ, പക്ഷെ ബസ്സിൽ വരാൻ പറ്റില്ല. കണ്ടില്ലേ, ക്രിസ്മസ് പാപ്പ തോളത്ത് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോ താഴത്ത് നിന്ന് ചേട്ടൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാണ്. കൈവീശി കാണിക്കുന്നതൊക്കെ കൃത്യമായി അവിടെ ഓപ്പറേറ്റ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോ ഒരുപാട് ക്രിസ്മസ് പാപ്പന്മാർ നേരത്തെ തന്നെ വന്ന് ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഓരോരുത്തരുടെ ഓരോ ഇടവക്കാരുടെ സമയമാകുമ്പോൾ നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു ആഘോഷമാണ് ഈ ഒരു ബോൺ നത്താലെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പല വിധത്തിലുള്ള പ്രായവ്യത്യാസം ഒന്നും തന്നെ ഇല്ല. പല വിധത്തിലുള്ള എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ തന്നെ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ എത്തുന്ന ക്രിസ്മസ് പാപ്പമാരിൽ തന്നെ ഡാൻസ് കളിക്കുന്ന ഡാൻസിങ് പാപ്പമാരുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പല വിധത്തിൽ പാട്ട് പാടുന്ന ഒക്കെ ഉണ്ട്. ഇവരുടെ കൈകളിലൊക്കെ കാണാതെ ഇതെന്താ, കയ്യിലെന്താ ഇങ്ങനെ ഡാൻസ് കളിക്കോ? 2 സ്റ്റെപ്പ് ഇടുവോ? നമ്മളെ പാട്ടിന്റെ സ്റ്റെപ്പ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ഇത് ശരിക്കും ഡാൻസ് കളിക്കുമ്പോ കളിച്ചോ? ഒരു കുഴപ്പമില്ല, കളിച്ചോ? ആണോ? ഇപ്പൊ നിങ്ങൾ കളിച്ചൂടെ? അതാണ് ഇവിടെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇത് ഡാൻസ് കളിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ റിബൺ കെട്ടിയിരിക്കുന്ന കാരണം അതിപ്പോ ഇങ്ങനെ ഉയർത്തുമ്പോഴൊക്കെ ശരിക്കും നല്ല ഒരുമിച്ച് ഇങ്ങനെ ഉയർത്തുമ്പോഴൊക്കെ അത് കൃത്യമായി നല്ല അതായത് ഈ ഡാൻസ് കളിക്കാനായി കൃത്യമായി പാട്ടൊക്കെ വെച്ച് ആണ് അത് നമ്മുടെ സ്വരാജ് റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായി പാട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പാട്ടൊക്കെ പാടില്ല നിങ്ങൾ? ഏത് പാട്ട്? ഒരു പാട്ടൊന്നും പാടിക്കൂടെ? പാടാനുള്ളവരുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ പാടാനുള്ളവർ കൂട്ട്. അപ്പോഴേക്കും ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ പാടാനുള്ള കുറെ ആളുകൾ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? പാവർട്ടിയിലത്തെ യൂണിറ്റ്. അപ്പൊ പാവർട്ടിന്നാണ് വരുന്നത്. അപ്പം പാട്ട് സെറ്റായോ? പാട്ട് സെറ്റായോ? എന്നാ വിളിച്ചോ? എല്ലാരും വിളിച്ചോ?
അതാണ്. അപ്പൊ പാട്ട് അവർ സെറ്റാക്കും. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ മറ്റു ചില കാഴ്ചകൾ കൂടി കാണാം. ഇവിടെയൊക്കെ തന്നെ. ചേച്ചി എവിടെന്നാ വരുന്നേ? പാലക്കൽ. നമ്മുടെ സ്ഥലമാണല്ലോ. അതെ, ഒരു വ്യത്യാസമില്ല, നമ്മുടെ സ്ഥലം തന്നെ, ഒക്കെ നമ്മുടെ സ്ഥലം ആണല്ലേ. അതായത് ഇപ്പോൾ ഈ ഇവിടെയൊക്കെ തന്നെ എല്ലാവരും തന്നെ ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ഇപ്പം പല വിധത്തിലുണ്ട്. ഈ തൊപ്പിയുമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല തൊപ്പിയുള്ളൂ. താങ്ക്സ്. രണ്ട് പാപ്പമാര്, കുഞ്ഞു പാപ്പമാരാണല്ലേ മുകളിൽ. അല്ല, നല്ല വെറൈറ്റി തൊപ്പി അധികം പേർക്കൊന്നും ഇവിടെ കണ്ടിട്ടില്ല. താങ്ക്സ്. അപ്പൊ എല്ലാത്തിനും സെറ്റാണ്. പാട്ടൊക്കെ പാടും നിങ്ങള്? ഒരു ക്രിസ്മസ് പാട്ടൊക്കെ പാടിക്കൂടെ? പാട്ട് പാടാൻ വൈബാണ്. മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകൾ മാറുന്നതിന്റെ മാറ്റമൊക്കെ ഓരോ പ്രതികരണത്തിൽ ഓരോ റിയാക്ഷനിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.